വർഷം 2020. കോവിഡ് മഹാമാരി രാജ്യത്തെ ആട്ടിയുലച്ച സമയം. രാജ്യം എല്ലാത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയ സമയം. ഈ സമയം ആന്ധ്രയിലെ ഒരുപറ്റം കർഷകർ അവരുടെ കൃഷിയിടം നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. വിളവെടുക്കാൻ പാകമായ കൃഷി മുഴുവൻ എന്തോ കള ബാധിച്ച് നശിച്ചിരിക്കുന്നു. കൃഷി നഷ്ടത്തെപ്പറ്റി വിവരിച്ചുകൊണ്ട് അവർ 2 പരാതികൾ അയക്കാൻ തീരുമാനിച്ചു. 1 രാഷ്ട്രപതിക്ക്, 2 കേരളത്തിലേക്ക്. ആന്ധ്രയിലെ കർഷകർ കേരളത്തിൽ എവിടേക്കാണ് പരാതി അയക്കുന്നത്? മറ്റെവിടേക്കുമല്ല. ആ പരാതി ചെന്നത് സഹ്യാദ്രിയുടെ മഞ്ഞ് മൂടിയ മടിത്തട്ടിൽ പെരിയാറിലെ സംരക്ഷിത വനങ്ങൾക്കുള്ളിൽ നീലിമലയ്ക്ക് മുകളിൽ നിത്യതാപസനായ സാക്ഷാൽ അയ്യപ്പൻ്റെ അടുത്തേക്ക്. രാഷ്ട്രപതിക്കെന്ന പോലെ സ്വന്തമായി പിൻകോഡുള്ള ഒരേ ഒരാൾ. ടു ശബരിമല PO എന്ന പേരിൽ ദിനവും ഇതുപോലെ ആയിരക്കണക്കിന് പരാതികളും പരിഭവങ്ങളും ക്ഷണക്കത്തുകളുമാണ് അയ്യൻ്റെ സന്നിധിയിലേക്ക് എത്തുന്നത്. ഇൻ്റർനെറ്റും വാട്സപ്പും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഈ കാലത്തും നേരിട്ട് ദർശനം നടത്താൻ കഴിയാത്ത ലക്ഷോപലക്ഷം ജനങ്ങളുടെ സങ്കടങ്ങളും പ്രാർത്ഥനകളും ആശങ്കകളും ഇന്ത്യ പോസ്റ്റ് അയ്യൻ്റെ സന്നിധിയിൽ എത്തിച്ചു നൽകുന്നു. മാത്രവുമല്ല, സ്വാമി പ്രസാദം പദ്ധതിയിലൂടെ പരിപാവനമായ ശബരിമല പ്രസാദം ഭക്തരുടെ വീട്ടുപടിക്കൽ എത്തിച്ചു നൽകുവാനും ഇന്ത്യ പോസ്റ്റ് സൗകര്യമൊരുക്കുന്നു. ഭക്തരുടെ ആശങ്കകൾ അയ്യൻ്റെ അടുത്തേക്കും അയ്യൻ്റെ ആശീർവാദം ഭക്തരുടെ അടുത്തേക്കും എത്തിക്കുന്ന ഈ പോസ്റ്റ് ഓഫീസിനെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് സന്നിധാനം PO എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നു. വലിയേട്ടാ ചായ. വലിയേട്ടാ ഇതാ ചായ. എനിക്കും വേണ്ട നിന്റെ ചായ. എന്റെ അടുത്ത് എന്തിനാ ചൂടാവുന്നേ? ഞാനിപ്പോ എന്ത് ചെയ്യാനാ? മാമൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ള ആഹാരത്തിനോട് വാശി കാണിക്കരുതെന്ന്? എല്ലാ വർഷവും മലയ്ക്ക് പോണല്ലേ, ഈ ഒരു പ്രാവശ്യം പോയില്ലെങ്കിൽ എന്താ? ഈ വര അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഹരിവരാസനം കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ, ഫോണിൽ കേട്ടിട്ടുണ്ട്. ഇതല്ല, ഒരു 6-7 കൊല്ലം മുമ്പാ. അന്ന് ഞാൻ കെട്ടി നിറച്ചത് പമ്പേന്നാ. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ. ഹരിവരാസനം സന്നിധാനത്ത് മുഴങ്ങി കേൾക്കുമ്പോൾ ഭൂമി ഇങ്ങനെ കറക്കം നിലച്ചതുപോലെ തോന്നും. പക്ഷികളും മൃഗങ്ങളും മനുഷ്യരുമെല്ലാം ആ പ്രകൃതിയിൽ അലിഞ്ഞു ചേരുന്നത് പോലെ. സ്വാമി ശരണമയ്യപ്പ. നീ എന്ത് ചെയ്തിട്ടായാലും ആരെ വിളിച്ചിട്ടായാലും എനിക്ക് ഇപ്രാവശ്യം ഷോറിലെ പോയേ പറ്റൂ. എടി വീട്ടിൽ നിന്ന് ഇപ്രാവശ്യം മലയ്ക്ക് പോകുന്നുണ്ടോടാ? എന്താ ഹിമേ? നിങ്ങൾ ഇപ്രാവശ്യം മലയ്ക്ക് പോകുന്നുണ്ടോ? ഇല്ല പോകുന്നില്ല.
ആ പറയേച്ചി. എടാ നിങ്ങൾ ഇപ്രാവശ്യം മലയ്ക്ക് പോകുമ്പോ ചേട്ടനോട് വന്നു കൊണ്ടുപോടാ. ഓ അണ്ണനായിട്ട് മല കയറുന്ന പരിപാടി നടക്കുന്നില്ല ചേച്ചി. ചേട്ടനെ വയ്യാത്ത കൈകാലം വെച്ചിട്ട് ആരും കൊണ്ടുവന്നില്ലെന്ന് മനസ്സിലാക്കുക. എന്തു ചേട്ടാ കരയുന്നേ ചേട്ടോ? ഏയ് ഒന്നുമില്ല. എന്താ കത്ത് വല്ലതും ഉണ്ടോ? കത്തൊന്നുമല്ല, ഒരു പാഴ്സൽ ഉണ്ട്. ഇതെനിക്കോ? സ്വാമി പ്രസാദം, ഒന്നുകൂടെ നോക്കിയേ, ഇതെനിക്ക് തന്നെയാണോ എന്ന്. അണ്ണൻ തന്നെ അല്ലേ ഈ വലിയ വീട്ടിൽ ഹേമേന്ദ്രൻ? ഉവ്വ്, ഞാൻ തന്നെ. അപ്പോൾ അണ്ണനെ തന്നെ. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു എൻ്റെ അയ്യപ്പ? എല്ലാ വർഷം മലയ്ക്ക് പോണല്ലേ, ഈ ഒരു പ്രാവശ്യം പോയില്ലെങ്കിൽ എന്താ? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ വരാം. ഡിയർ അയ്യപ്പ, എൻ്റെ മാമന് കൈയും കാലും ഒട്ടും വയ്യ. മലയ്ക്കാരും കൊണ്ടുപോണതുമില്ല. എന്തേലും ഒന്ന് ചെയ്യണേ പ്ലീസ്. മോനെ, ഒരു മിനിറ്റ്. മോൻ്റെ പേരെന്താ? നിങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഏൽപ്പിക്കുന്നത് എന്തും ഞങ്ങൾ എത്തിച്ചു നൽകും. അത് പ്രാർത്ഥനയായാലും. ഞങ്ങളുടെ പേരാണ് ഇന്ത്യ പോസ്റ്റ്. Yeah.